ദാവീദിനുണ്ടായ സകല ഉയർച്ചകളും ദൈവം കൊടുത്തതാണ്. പുള്ളിയുടെ വിദ്യാഭ്യാസം കൊണ്ട് പുള്ളിയുടെ ആകെയുള്ള വിദ്യാഭ്യാസം ആടിനെ തീറ്റ. ആടിനെ തീറ്റുന്ന പഠിത്തമല്ലാതെ അതിനപ്പുറത്തോട്ട് ഒരു പഠിത്തവുമില്ല. രാജാവാകാനുള്ള ഒരു യോഗ്യതയില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? കൊടുത്തു. അതുകൊണ്ട് കർത്താവ് എന്നോട് പറഞ്ഞു, നമുക്ക് എന്തേലും ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, അത് നിന്റെ യോഗ്യത കൊണ്ടല്ല, അത് നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവം ഉയർത്തിയത് കൊണ്ട് മാത്രം. ഹല്ലേലൂയ പറ. അല്ലെങ്കിൽ നീ എവിടെ ഇരിക്കണം? പുൽപ്പുറത്തിരിക്കേണ്ട. അതിനുള്ള ക്വാളിറ്റിയെ നിനക്കുള്ളൂ, അതിനുള്ള യോഗ്യത നിനക്കുള്ളൂ. പക്ഷേ അവിടെ നിന്നൊക്കെ നിന്നെ ഇത്രയും വന്നത് ഞാൻ ഉയർത്തി. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഈ ബഹറിൽ ഇത്രത്തോളം ഉയർന്നത് നിങ്ങളുടെ മിടുക്കല്ല, എന്റെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല. ദൈവം ഉയർത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പല ഉയർച്ചകളും. ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ഇല്ലെങ്കിൽ നമുക്കിത് കിട്ടത്തില്ല. ആമേ. നമുക്ക് കിട്ടാവുന്ന തൊഴില് ആമേൻ അല്ല ദൈവം നമുക്ക് തന്നെ. രാജാവ് അല്ലെങ്കിൽ ദാവീദിനെ പുൽപ്പുറത്ത് നിന്ന് ആടിനെ മേയ്ക്കാനുള്ള ഒരു യോഗ്യതയും പഠിത്തവും വിദ്യാഭ്യാസവും കഴിവും ഉള്ളൂ. പക്ഷെ ദൈവം അവിടെ ഉയർത്തി സിംഹാസനത്തിൽ കൊണ്ടിരുത്തി കൊട്ടാരം കൊടുത്തു, പിന്നെ പണം കൊടുത്തു, അധികാരം കൊടുത്തു, ശക്തി കൊടുത്തു, പ്രഭുസ്ഥാനം കൊടുത്തു, എല്ലാം കൊടുത്തു. അപ്പൊ കിട്ടിയതെല്ലാം ദൈവം കൊടുത്തതാണ്. അപ്പൊ ഇപ്പൊ കിട്ടിയതെല്ലാം ദൈവം തന്ന, മിടുക്കൊണ്ടൊന്നുമല്ല. ആമേ. ഇവിടെ എത്തിയതും നമ്മുടെ മിടുക്കല്ല, ഇപ്പൊ നമ്മൾ ഇവിടെ ആയിരിക്കുന്നതും നമ്മുടെ മിടുക്കല്ല, ഇവിടെ ജോലി കിട്ടിയതൊന്നും നമ്മുടെ മിടുക്കല്ല, അതെല്ലാം ദൈവം കൊണ്ട് എത്തിച്ചതാണ് അവിടെ എല്ലാം. ആ ഒരു കാഴ്ചപ്പാട് ഇന്ന് രാത്രിയിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കണം കേട്ടോ. ആമേ. ഇതൊന്നും നമ്മുടെ മിടുക്കല്ല, പിന്നെ ദൈവം ഉയർത്തി, ദൈവം ഉയർത്തി. സ്തോത്രം. പിന്നെ നമ്മള് വേദപുസ്തകത്തിൽ ഓർക്കേണ്ട ഒത്തിരി കാര്യമുണ്ട്. സ്തോത്രം. ആമേ. നാം ഒരു കാര്യത്തില് വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അത് ഏതാന്ന് ചോദിച്ചാല് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം വായിക്കാം. യോശുവയുടെ പുസ്തകം. ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ലളിതമാക്കാം. ഞാനതാ ചോദിച്ചത്. ഞാൻ വളരെ ലളിതമായിട്ടാണ് പറയുന്നത്, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി. യോശുവയുടെ പുസ്തകം 24. ഒരു കാര്യം ചെയ്യാവോ? ഒരു അര ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം എടുത്തു തരാമോ? ദൈവം തരും പ്രതിഫലം. ഇത് സുവിശേഷകരുടെ ഒരു ഭാഗമാണ്, ഭാഷയ്ക്ക് വെള്ളം കൊടുക്കുന്നത്. സന്തോഷത്തോടെ ചെയ്യണം കേട്ടോ. അല്ല മോൻ പീർപ്പിച്ചോണ്ടത് എനിക്ക് വെള്ളം വേണ്ട. വായിച്ചാട്ടെ 24. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖേമിൽ കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു. അപ്പോൾ യോശുവ സർവ്വജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, ഇതൊക്കെ ഒന്ന് പഠിച്ചോണം കേട്ടോ. ഇവിടെ ദൈവസന്നിധിയിൽ വിളിച്ച് എല്ലാരും നിർത്തി. ആരെയൊക്കെയാന്ന് കണ്ടോ? ആരെയൊക്കെ വിളിച്ച് നിർത്തിയേ? മൂപ്പന്മാരെ, തലവന്മാരെ. ഒറ്റ വാക്കി ഞാൻ പറയാം, നേതാക്കന്മാരെ അല്ല, അണികളെ അല്ല, നേതാക്കന്മാരെ എല്ലാം യോശുവ വിളിച്ചു. എവിടെ കൊണ്ട് നിർത്തി? ഇനി ഒന്നുകൂടെ വായിക്കുന്നത്. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖേമിൽ കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു. ദൈവത്തിന്റെ അടുക്കൽ ഇവരെല്ലാം ആര്? നേതാക്കന്മാരെല്ലാം വന്നു നിന്നു. പ്രമാണിമാര്, പിന്നെ ആമേ പ്രൈസ്, മൂപ്പന്മാര്, തലവന്മാര് എല്ലാരും വന്നു ദൈവത്തിന്റെ അടുക്കൽ വന്നു. എന്തിനാ? ദൈവാലോചനയ്ക്ക്. ഇതാ നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം തലവന്മാരാണെങ്കിൽ ദൈവമുമ്പാകെ നിൽക്കാൻ സമയം കണ്ടെത്തണം. ദൈവമുമ്പാകെ നിൽക്കാത്തവരെ കൊണ്ട് ഈ പണി നടക്കത്തില്ല. ഇസ്രായേലിലെ മൂപ്പന്മാരെല്ലാം വന്ന് നിൽക്കുക ദൈവശബ്ദം കേൾക്കാൻ. മൂപ്പന്മാരെ, തലവന്മാരെ എല്ലാരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് നിൽക്കാത്ത ഒരൊറ്റ നേതാവിനും ജനത്തെ നടത്താൻ പറ്റുകയില്ല. ആമേ. ദൈവസന്നിധിയിൽ വന്ന് ഇരിക്കുന്നവർക്കും നിൽക്കുന്നവർക്കും അവിടുന്ന് പ്രാപിക്കുന്നവർക്കും മാത്രമേ ജനത്തെ നടത്താൻ ഒക്കുകയുള്ളൂ. യോശുവ മൂപ്പന്മാരെ എല്ലാം വരുത്തി ദൈവസന്നിധി നിർത്തിയിരിക്കുക. എന്നിട്ട് ദൈവം അല്ല സംസാരിക്കും. ഇനി ആ വാക്യം വീണ്ടും ശ്രദ്ധിച്ച് കേൾക്കണേ. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ശേഖേമിൽ കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു. ഇന്നത്തെ പാസ്റ്റർമാർക്ക് പറ്റിയ കുഴപ്പം എന്താ? അവർക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ നേരമില്ല. ദൈവസന്നിധിയിൽ നിൽക്കാനും പിന്നെ അങ്ങനെ ഈ പണി ചെയ്യുന്നത്.
പ്രൈസലോ. ജോഷുവായും സകല മൂപ്പന്മാരും സകല നേതാക്കന്മാരും സകല പ്രമാണിമാരും ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുകയാണ്. ആമേ. ഉടനെ ജോഷു അവരോട് പറഞ്ഞ ആലോചന കേട്ടു. പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. കേട്ടോ, ഞാൻ അരുളി ചെയ്യുന്നതാണോ പറഞ്ഞേ? പക്ഷെ പറയുന്നത് ഇയാളാ. ആരാ? ജോഷുവായാ പറയുന്നത്. പക്ഷെ ജോഷുവ പറയാണ്, ഞാൻ അരുളി ചെയ്യുന്നല്ല പറഞ്ഞത്, ദൈവം അരുളി ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഈ വന്ന് നിൽക്കുന്നത് ദൈവശബ്ദം കേൾക്കാനാണ്. ലിലിയ പറഞ്ഞ് നേതാക്കന്മാരെല്ലാം ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ദൈവിക അരുളപ്പാട് കേൾക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ദൈവം അവരോട് സംസാരിക്കാൻ തുടങ്ങി. ജോഷുവയാ പറയുന്നത്. പക്ഷെ ആ ജോഷുവ പറയുന്നെങ്കിൽ ദൈവമാണ് ജോഷുവയിലൂടെ പറയുന്നത്. ഇനി എന്താ പറയുന്നതെന്ന് കൂടെ നമുക്ക് കേൾക്കാം. വേഗത്തിലെ വാക്യം നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു. ഏശാവിന് ഞാൻ സെയീർ പർവ്വതം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവന്റെ മക്കളും മിസ്രൈമിലേക്ക് പോയി. പിന്നെ ഞാൻ മോശയെയും അഹരോനെയും അയച്ചു. മതി. എന്നിട്ട് ഇസ്രായേലിന്റെ ചരിത്രങ്ങളെല്ലാം ജോഷുവ അങ്ങോട്ട് പറയുക. ഇവരോട് എല്ലാരെയും വിളിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞ് ദൈവം സംസാരിക്കുക. ഇതുവരെയുള്ള ഇസ്രായേലിന്റെ സകല ചരിത്രങ്ങളും ദൈവം അവരോട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യമേ പറയാണ്, നിങ്ങളുടെ അപ്പനായ തേരഹിനെ ഞാൻ നദിക്കക്കരയിൽ നിന്ന് വിളിച്ച് ഇറക്കി, സ്തോത്രം, ഇവിടെ കൊണ്ടുവന്നു. ഞാൻ അവൻ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു, അവന്റെ സന്തതിയെ വർദ്ധിപ്പിച്ചു. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിന്റെ അർത്ഥം പറയാൻ പോവുക. വളരെ ശ്രദ്ധിക്കണം. ഈ അർത്ഥം കേൾക്കുമ്പോൾ നിങ്ങൾ സമർപ്പിക്കുക, സന്തോഷം പറയാം. എന്നിട്ട് കർത്താവിന്റെ ഇടപെടൽ ഓർപ്പിക്കാൻ തുടങ്ങി. ഒന്ന്, അബ്രാഹാമിന്റെ അപ്പനോട് ദൈവം ഇടപെട്ടു. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഞാൻ ഇടപെട്ടിറക്കിയതാ. ലിലിയ പറ. ഞാൻ അവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇടപെട്ടു. മക്കളില്ലായിരുന്നു, ഒരു മക്കളുണ്ടായി എൻ്റെ ഇടപെടൽ കൊണ്ട്. ഞാൻ വീണ്ടും ഇടപെട്ടു, ആ സന്തതിയെ ഞാൻ അനുഗ്രഹിച്ചു. ഞാൻ വീണ്ടും ഇടപെട്ടു, ആ സന്തതിയെ ഞാൻ വർദ്ധിപ്പിച്ചു. അങ്ങനെ നിങ്ങൾ ഇത്രത്തോളം വലുതായി. ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് ഓർപ്പിക്കുകയാണ്, കുഞ്ഞെ, എൻ്റെ ഇടപെടൽ കൊണ്ടാണ് നീ ഇത്രത്തോളം വളർന്നത്, നീ ഇത്രത്തോളം ആയത്. കാരണം നിന്റെ വല്യപ്പന് മക്കൾ ഉണ്ടാകാത്തവനായിരുന്നു. അവൻ എന്ത് ചെയ്യത്തില്ല, സാറാ പ്രസവിക്കത്തില്ല, മച്ചിയായിരുന്നു. ഞാൻ ഇടപെട്ടാണ് എന്ത് ചെയ്തത്? ഇസഹാക്കുണ്ടായത്. ആ ഇസഹാക്കിനോട് ഞാൻ ഇടപെട്ടാണ് ഇസഹാക്കിന് 2 മക്കൾ ഉണ്ടായത്. ആ 2 മക്കളോട് ഞാൻ ഇടപെട്ടവരെ 12 ആക്കി. വീണ്ടും ഞാൻ ഇടപെട്ടവരെ വർദ്ധിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമല്ലേ ഇതുവരെ നീ എത്തിയത്? ഹല്ലേലൂയ പറഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കണം. നീ കടന്നു പോകുന്ന സകല സ്റ്റേജിലും ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ സ്ഥിതി എന്തായേനെ? ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജോലി ദൈവം ഇടപെട്ടിട്ടല്ലേ, ജോലി പോകേണ്ട സ്ഥാനത്ത് ദൈവം ഇടപെട്ടല്ലേ പോകാതിരുന്നത്? സ്വത്രം. രോഗം വന്നപ്പോ ദൈവം ഇടപെട്ടല്ലേ നിനക്ക് സൗഖ്യം കിട്ടിയത്? ഹല്ലേലൂയ പറ. നിന്റെ സാമ്പത്തിക ആവശ്യങ്ങളിൽ ദൈവം ഇടപെട്ടല്ലേ കാര്യങ്ങൾ നടന്നത്? നിന്റെ വിസ അടിക്കുന്ന വിഷയത്തിൽ ദൈവം ഇടപെട്ടല്ലേ നടത്തിയത്? നിന്നെ ശത്രു തകർക്കാൻ വന്നപ്പോൾ അതവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ ഇടപെട്ട് കടന്നലിന് വരെ ഞാൻ വിട്ട് യുദ്ധം ചെയ്താ നിന്നെ ഞാൻ ഇവിടം വരെ കൊണ്ടുവന്നത്. ദൈവം പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഓർക്കണം കേട്ടോ, ഇന്ന് ഈ കസേര വന്നിരിക്കുന്നതിന്റെ കാര്യം ദൈവം ഇടപെട്ടത് കൊണ്ടാണ്. ദൈവം ഇടപെട്ടില്ലെങ്കിൽ ഇന്ന് ഈ ഇരിക്കുന്നവരാരും ബഹറിൽ കാണുകയില്ല. ഹല്ലേലൂയ പറ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു നന്മയും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. ആ ദൈവത്തിന്റെ ഇടപെടൽ ഓർപ്പിക്കാനാണ് എല്ലാരും വിളിച്ച് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. സ്തോത്രം. വാസപ്രാർത്ഥനയിൽ പുറകോട്ട് നോക്കി ഓർക്കണം, ദൈവം ഇടപെട്ടിട്ടല്ലേ ഇന്ന് നീ ജോലി ചെയ്യുന്നത്? ദൈവം ഇടപെട്ടിട്ടല്ലേ ഇന്ന് പല നന്മകളും ഉണ്ടായത്? ദൈവം ഇടപെട്ടിട്ടല്ലേ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്? ദൈവം ഇടപെട്ടിട്ടല്ലേ വിട്ടുമാറാത്ത രോഗം മാറിയത്?
ദൈവം ഇടപെട്ടിട്ടല്ലേ പല പ്രതികൂലങ്ങളും മാറിപ്പോയത്. ദൈവം ഇടപെട്ടിട്ടില്ലേ രണ്ടാമതും വീണ്ടും വരാനൊത്തത്. ദൈവം ഇടപെട്ടിട്ടല്ല വിസ ഇല്ല അതിനടുത്ത് വിസ ഉണ്ടായത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇടപെടൽ മറക്കരുത്. അതാ യോശുവ പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട്. എന്നിട്ട് യോശുവ അങ്ങോട്ട് തുടങ്ങുക, എവിടം തൊട്ട് ദൈവം ഇടപെട്ടു? നിന്റെ വല്യപ്പന്റെ കാലം തൊട്ട് ഞാൻ ഇടപെട്ടു. അതാ പറഞ്ഞ പണ്ട് നദിക്ക് അക്കരയിന്ന്. ആ ബാക്കി ഒന്നുകൂടെ വായിച്ചേ, യോശുവ രണ്ടാമത്തെ സർവ്വജനത്തോടും പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ നിങ്ങൾ പണ്ട് അക്കരെ താമസിച്ചപ്പം അവിടെ വന്ന് ഞാൻ ഇടപെട്ട, അവിടെ നിന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഞാൻ ഇടപെട്ട ഇക്കരെ കയറ്റിയത്, ഞാൻ ഇടപെട്ടാണ് ഇന്ന് നീ ഇവിടെ ആയിരിക്കുന്നത്. ഞാൻ ഇടപെട്ടില്ലെങ്കിൽ പറവന്റെ കീഴിൽ നീ വിട്ടുപോരില്ല. ഞാൻ ഇടപെട്ടില്ലെങ്കിൽ മരുഭൂമിക്കൂടെ നീ യാത്ര ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, ഇതുവരെയുള്ള നമ്മൾ നിന്നതും പോന്നതും വന്നതും ഇപ്പോൾ അനുഭവിക്കുന്ന നന്മകളും ജോലിയും സകലതും ദൈവത്തിന്റെ ഇടപെടലാണ്. അത് ഓർക്കാൻ ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥന ഇടയാകട്ടെ. എല്ലാരും ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവം ഇടപെട്ടുകൊണ്ടല്ലേ ഇവിടെ നിന്നത്, ദൈവം ഇടപെട്ടിട്ടല്ലേ ഇവിടെ വന്നത്. സ്തോത്രം. ദൈവത്തിന്റെ ഇടപെടൽ ഓർപ്പിക്കുക. എവിടെല്ലാം ദൈവം ഇടപെട്ടു എന്നാണ് യോശുവ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് സന്ദർഭങ്ങൾ ഓരോന്ന് പറയാണ്. ആമേ, പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം നമുക്കൊന്നുകൂടെ നോക്കിക്കേ, അതിന്റെ രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യോശുവ സർവ്വജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവൻ ഇസഹാക്കിനെ കൊടുക്കുകയും സഞ്ചരിപ്പിച്ചത് എന്റെ ഇടപെടലാ. നിന്റെ സന്തതി വർദ്ധിച്ചത് എന്റെ ഇടപെടലാ. സ്തോത്രം. നീ കനാൻ ദേശത്ത് കേറിയത് ഞാൻ ഇടപെട്ടിട്ടാ. നീ പണ്ട് അക്കരയായിരുന്നു, അവിടെ നിക്കരെ കയറ്റിയത് എന്റെ ഇടപെടല. അത് ഓർക്കണം, മറക്കരുത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മയും നമ്മളും തമ്മിൽ ദൂരെയായിരുന്നു. ആ ദൂരക്കിടന്ന് നമ്മളെ ഇക്കരെ കയറ്റി ഈ നന്മയിൽ കൊണ്ടുവന്നത് ഒടേതമ്പുരാന്റെ കരത്തിന്റെ ഇടപെടല. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ ഇടപെട്ടിട്ടാ ഇതെല്ലാം നിനക്കുണ്ടായത്. ദൈവത്തിന്റെ ഇടപെടൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ ഇന്ന് രാത്രി ഇടയാകട്ടെ. ദൈവത്തിന്റെ ഇടപെടൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക്. അങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ദൈവത്തിന്റെ ഇടപെടലുകളെല്ലാം യോശുവ ഓർപ്പിക്കുക. ഒന്ന് ഓർത്ത് നോക്കിക്കേ, പണ്ട് അക്കരെ അല്ലായിരുന്നോ, അവിടെ നിന്ന് നമ്മളങ്ങനെ ഇക്കരെ വന്നു. നമ്മളെ ദൈവമല്ലേ ഇക്കരെ എത്തിച്ചത്. അത് കഴിഞ്ഞ് പറയുക, നമ്മുടെ പിതാവിന് മക്കളുണ്ടാകുമായിരുന്നോ? ഇല്ലല്ലോ, അതും ദൈവമല്ലേ ചെയ്തത്. അത് കഴിഞ്ഞ് യോശുവ ചോദിക്കുക, നമ്മുടെ സന്തതിയെ വർദ്ധിപ്പിച്ചില്ലേ? അതും ദൈവമല്ലേ ചെയ്തത്. സ്തോത്രം പറഞ്ഞ് ഫറവോ രാജാവ് എന്ത് ചെയ്തു? നമ്മളെ തകർത്ത് കളയാൻ വേണ്ടി എത്രയോ പ്രാവശ്യം ഇസ്രായേലിനെ തകർക്കാൻ നോക്കി. അവിടെ എല്ലാം ദൈവം ഇടപെട്ടല്ലേ ഫറവോന്റെ കീഴിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത്. ദൈവം ഇടപെട്ടല്ലേ നമ്മുടെ മക്കൾ ഇത്ര ആയത്. സ്തോത്രം. ഈ ഇരിക്കുന്ന ശിക്ഷയൊക്കെ ദൈവം ഇടപെട്ടിട്ടല്ലേ ജോലിയൊക്കെ ചെയ്യുന്നത്. എത്രയോ പ്രാവശ്യം ജോലി പോകേണ്ടതായിരുന്നു. ദൈവം ഇടപെട്ടിട്ടല്ല ഇന്ന് ലോകം ചിലത് വിട്ടുമാറി ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ പറ. ദൈവം ഇടപെട്ടിട്ടല്ലേ ചില വർഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില നന്മകൾ ഈ ദേശത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോ നമ്മുടെ മിടുക്കൊണ്ടാണോ? അതോ നമ്മുടെ കഴിവുകൊണ്ടാണോ? ആർക്കെങ്കിലും പറയാമോ ഇതെന്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്? അല്ല ദൈവമക്കളെ, ദൈവത്തിന്റെ കരത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ കരത്തിന്റെ ഇടപെടൽ. എല്ലാരും ഒന്ന് കൈയടിച്ച് ആരാധിക്കാം. നമ്മുടെ ദൈവത്തിന്റെ കരത്തിന്റെ ഇടപെടല് ഇന്ന് രാത്രി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിസയൊക്കെ തീർന്ന് നാട്ടിൽ പോകേണ്ടവരായിരുന്നു, പക്ഷെ ദൈവം ഇടപെട്ടു. അതുകൊണ്ട് തോറ്റവിടെ ഞാൻ പറയാം, വിസ അടിക്കുന്ന വിഷയത്തിൽ ദൈവം ഇടപെടും. ദൈവം ഇടപെടും. ദൈവത്തിന്റെ കരം ദൈവമക്കൾക്ക് വേണ്ടി ഇടപെടും. ആമേ, ഇടപെട്ടു. ദൈവം എന്ത് ചെയ്തു? ഇസ്രായേല് തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം ഇടപെട്ടു, അവരെ മുൻപോട്ട് നടത്തുകയാണ്. അതാണ് നാലാമത്തെ വാക്യത്തിലൊക്കെ കാണുന്നത്. ഇസഹാക്കിനെ, നാലാമത്തെ വാക്യം വായിച്ച്. ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു, ഏശാവിന് ഞാൻ സെയീർ പർവ്വതം അവകാശമായി. എല്ലാം ദൈവം കൊടുത്തായിട്ടാ പറഞ്ഞത്, അല്ലാതെ
അല്ല, ഞാൻ യാക്കോബിനെ കൊടുത്തു, ഞാൻ ഏശാവിനെ കൊടുത്തു, ഞാൻ നിങ്ങളുടെ പിതാവിനെ കൊണ്ടുവന്നു, ഞാൻ നിങ്ങളെ വർദ്ധിപ്പിച്ചു. എല്ലാം ദൈവത്തിന്റെ ഇടപെടലാണ്. സർവ്വതും ദൈവത്തിന്റെ ഇടപെടലാണ്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. നീ ഇന്നായിരിക്കുന്നത്, അനുഭവിക്കുന്നതും വന്നതും നിന്നതും എല്ലാം എന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ലെലിയ പറ. അത് ഇന്ന് രാത്രി ഓർത്തോ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ആയതും വന്നതും ഇപ്പോഴായിരിക്കുന്നതെല്ലാം ആ കരത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടേതായ യാതൊരു കഴിവോ മിടുക്കോ ഒന്നുമല്ല. എല്ലാം ദൈവത്തിന്റെ ഇടപെടല്. പിന്നെ ദൈവം ഇടപെട്ട രീതികളാണ് താഴോട്ട് നമുക്ക് കാണുന്നത്. ഇനി നമുക്ക് 5-ാമത്തെ വാക്യം തുടങ്ങി വായിച്ചു. പിന്നെ ഞാൻ മോശയെയും അഹരോനെയും അയച്ചു. ഞാൻ മിസ്രൈമിൽ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ചു. കണ്ടോ, ഞാൻ മിസ്രൈമിൽ ബാധ അയച്ചു, അവിടെ ഞാൻ ഇടപെട്ടു. ഇല്ലെങ്കിൽ വിടുവോ പുള്ളി? ഫറവോന്റെ പട്ടാളത്തിനും ഫറവോന്റെ കുതിരയ്ക്കും രഥത്തിനും പട്ടാളത്തിനും 10 മിനിറ്റ് മതി ഇസ്രായേലിനെ തീർക്കാൻ. പക്ഷെ തീർക്കാനതിന്റെ കാര്യം ഞാൻ അവിടെ ഇടപെട്ടു. ഞാൻ അവിടെ ബാധ അയച്ചിട്ടാ. ഞാൻ ബാധ അയച്ചില്ലെങ്കിൽ ഫറവോൻ വിടത്തില്ല അവിടുന്ന്. 10ാമത്തെ ബാധ ഇറങ്ങിയപ്പോ ഫറവോൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ പറ. അങ്ങനെ പല കെട്ടും പൊട്ടി, പല ബന്ധനങ്ങളും അണിഞ്ഞ് ഇന്ന് അനുഭവിക്കുന്ന വിടുതൽ ദൈവത്തിന്റെ കരത്തിന്റെ ഇടപെടലാണ്. മനസ്സിലായല്ലോ? ഫറവോന്റെ കെട്ട് പൊട്ടിയതെല്ലാം ഇതുകൊണ്ടാ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില വിടുതലുകൾ ദൈവത്തിന്റെ ഇടപെടലാ. ചില ജോലി ദൈവത്തിന്റെ ഇടപെടലാ. ചിലരുടെ വിസ ദൈവത്തിന്റെ ഇടപെടലാ. ചിലരുടെ സൗഖ്യം ദൈവത്തിന്റെ ഇടപെടലാ. ആമേൻ. അല്ലാതെ ആരുടെയും കഴിവും മിടുക്കും ഒന്നുമല്ല. കണ്ടോ, മിസ്രൈമിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിച്ചത് ഞാൻ ഇടപെട്ടിട്ടാ. ഞാൻ അവിടെ ബാധ അയച്ചില്ലായിരുന്നെങ്കിൽ, ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ഫറവോൻ പിന്മാറുകയില്ല. ദൈവം ഇടപെട്ടില്ലെങ്കിൽ ഫറവോൻ ചങ്ങടലി മുങ്ങത്തില്ല. ഇവരെ തീർത്തുകളെയും ഫറവോൻ. അവിടെ ദൈവം ഇടപെട്ടു. ചില രോഗങ്ങളില്ലായിരുന്നു ചിലർക്ക് വിട്ടുമാറാത്തത്. ദൈവം ഇടപെട്ടിട്ടല്ലേ അത് വിട്ടുപോയത്. സ്തോത്രം. എത്രയോ പ്രാവശ്യം തകരേണ്ട സന്ദർഭം അവിടെ എല്ലാം ദൈവം ഇടപെട്ടില്ലേ? ആമേൻ. നോക്കിക്കേ, ഇനി 7ാമത്തെ വാക്യം വായിച്ച സമയമില്ലാത്തതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ വിടുക. അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിസ്രൈമ്യർക്കും മധ്യേ അന്ധകാരം വെച്ച് കടൽ അവരുടെ മേൽ വരുത്തി അവരെ മുക്കിക്കളഞ്ഞു. കർത്താവ് പറഞ്ഞു കേട്ടോ, ഞാൻ മിസ്രൈമ്യർക്ക് നിങ്ങൾക്കും മധ്യേ അടയാളം വെച്ചത് കൊണ്ടാ. ഞാൻ അങ്ങനെ ഇടപെട്ടില്ലായിരുന്നെങ്കിലോ, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിലോ ഫറവോന്റെ സൈന്യം വന്നങ്ങ് കയറും. അവര് വന്നിരിക്കുന്ന അങ്ങനെയാണെന്നറിയാം. അവിടെ എഴുതിയിട്ടുണ്ട് പുറപ്പാട് പുസ്തകത്തില്, ശക്തിയേറിയ രഥങ്ങളാ വന്നേക്കുന്നത്. ഫറവോന്റെ മിലിറ്ററിയിൽ ഏറ്റവും ശക്തിയുള്ള സെക്ഷനാ വന്നേക്കുന്നത്. പക്ഷെ അത് ഇങ്ങോട്ട് അടുക്കാതിരിക്കാൻ ദൈവം ഇടപെട്ടു. ഇടയ്ക്ക് ഒരു അടയാളം ദൈവം വെച്ചു, ഒരതിര് വെച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പലതും നിന്നെ തൊടാഞ്ഞതിന്റെ കാരണം ദൈവത്തിന്റെ ഇടപെടലാ. ദൈവത്തിന്റെ ഇടപെടലാ. ഫറവോൻ ഇസ്രായേലിന്റെ അടുത്തെത്താനോ അവരെ തകർക്കാൻ കഴിയാഞ്ഞത് ദൈവത്തിന്റെ ഇടപെടല. ഇങ്ങനെ അക്കമിട്ട് ദൈവത്തിന്റെ ഇടപെടലുകൾ ഒരു 400 വർഷത്തോളം ദൈവം ഇടപെട്ട കാര്യങ്ങൾ ജോഷുവ ഇവരെ ഓർപ്പിക്കാനാണ് ശേഖേമിൽ കൂട്ടിയത്. എല്ലാരും വന്ന് നിൽക്കുമ്പോൾ ഇവരോട് പണ്ട് നദിക്കക്കരെ തുടങ്ങി ദൈവം ഇടപെട്ട് ഇന്ന് അവര് ആയിരിക്കുന്ന സ്ഥലം വരെ ദൈവത്തിന്റെ ഇടപെടൽ ഓർപ്പിച്ചു. നമുക്കിനി അതുകൂടെ നോക്കാം. സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ട് ചില വാക്യങ്ങൾ മാത്രം നമുക്ക് വായിക്കാം. ഇനി നമുക്ക് 24:12 തൊട്ട് താഴോട്ട് വായിക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു, അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരുടെ ആ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. നിങ്ങളുടെ വാളുകൊണ്ടല്ല, നിങ്ങളുടെ വില്ലും കൊണ്ടല്ല, നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. കർത്താവ് പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ പണമോ ഒന്നുമല്ല. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പല നന്മയും എന്റെ കരവാ. ഞാൻ ഇടപെട്ട. നിങ്ങൾ വെട്ടിയിട്ടില്ലാത്ത വീടും നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടവും നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചതല്ല, നിങ്ങൾ ഇടപെട്ടതല്ല. നിങ്ങൾക്ക് ആർക്കും അത് നേടാനുള്ള കഴിവോ ശക്തിയോ ഒന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തന്നു. ഇന്നത്തെ ജോലിയെ മിടുക്കൊണ്ടല്ല. സ്തോത്രം പറ. ഇന്നത്തെ ആമേ യാതൊന്നും നിന്റെ മിടുക്കല്ല.
ദൈവം നിനക്ക് തന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ ഇടപെടലാണത്. ഇന്ന് വെട്ടിയിട്ടില്ലാത്ത കിണറുണ്ടായത്, നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം ഉണ്ടായത്, നീ പണിതിട്ടില്ലാത്ത വീടുണ്ടായത് നിന്റെ സാലറിയുടെ വലിപ്പം കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ നിനക്ക് തന്നതാണ്. ഇന്ന് രാത്രി അറിയണം, ചില നന്മകളൊക്കെ ഉണ്ടായത് മിടുക്കുകൊണ്ടല്ല, ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണ്. ദൈവത്തിന്റെ ഇടപെടൽ. സ്തോത്രം. മറന്നു പോകരുത് കേട്ടോ. ദൈവം ഇടപെട്ടാണ് വെട്ടിയിട്ടില്ലാത്ത കിണറ്, നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം എല്ലാം ദൈവത്തിന്റെ ഇടപെടൽ. പറഞ്ഞേ, നാട്ടിൽ സ്ഥലം ഉണ്ടായതും വീടുണ്ടായതും ബാങ്കിൽ ഇച്ചിരി ഡിപ്പോസിറ്റ് ഉണ്ടായതും ഇന്ന് അനുഭവിക്കുന്ന പല നന്മകളും പുള്ളിയുടെ കൈയുടെ ഇടപെടലാണ്. ഇതൊക്കെ പുള്ളിയുടെ ഇടപെടലാണ്. വെട്ടിയിട്ടില്ലാത്ത കിണർ അങ്ങനെ, നിങ്ങൾ തട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം ഒക്കെ തന്നത് ഞാനാ. പിന്നെ ഇതുവരെ ഉള്ള ജയം നിങ്ങളുടെ വാള് കൊണ്ടും ഒന്നുമല്ല, ഞാൻ എൻ്റെ കൈയാണ് നിങ്ങൾക്ക് ഇത്രത്തോളം ജയം ഒരുക്കി തന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു നിമിഷം എല്ലാവരും. ഇന്ന് നിനക്ക് വീടുണ്ടായത് ദൈവത്തിന്റെ ഇടപെടൽ. ഇന്ന് നിന്റെ സാലറി കൂടിയത് ദൈവത്തിന്റെ ഇടപെടൽ. ഇന്ന് നിനക്ക് കുഞ്ഞുങ്ങളെ വീണ്ടും വീണ്ടും നിനക്ക് എന്ത് ചെയ്തു? 2 കുഞ്ഞുങ്ങളുള്ളവർക്ക് മൂന്നാമത് ഒന്നിനെ കൂടെ ദൈവം കൊടുത്തു. ഒന്നുള്ളവർക്ക് 2 കൊടുത്തു. ആമേൻ, 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 ആമേൻ. ബിസിനസ് ചെയ്യുന്നവരെ ഒന്ന് വിശാലമാക്കി. ഗാരേജ് ഒക്കെ ഒന്ന് വിശാലമാക്കി കൊടുത്തു. വർക്ക് ഇല്ലാതിരുന്നവർക്ക് വർക്ക് കൊടുത്തു. ക്യാൻസൽ അടിച്ച് പോകേണ്ടവരെ വീണ്ടും നിർത്തി. എല്ലാം ദൈവത്തിന്റെ കരം അക്കം വിട്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും ഇടപെടുകയും നമ്മുടെ ഓരോ സ്ഥലത്തും ദൈവത്തിന്റെ കരം ഇടപെട്ട് നമ്മള് ഈ 2025ഓളം എത്തിച്ചു. ദൈവത്തിന്റെ കരം ഇവിടം വരെ എത്തിച്ചു കേട്ടോ. ആമേൻ. നട്ടിട്ടില്ലാത്ത വീട്, അത് നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന 14-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇനി നമുക്ക് 14-ലേക്ക് വരിക കേട്ടോ. നട്ടിട്ടില്ലാത്ത വീട് ഇതൊക്കെ നമുക്ക് തന്നു. ഓക്കെ. എന്നിട്ട് ഇനി ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുക. ഇനി എന്റെ 14-ാമത്തെ വാക്യം വായിച്ചു. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യും. അതിനടി വരയിടണം. യഹോവയെ തന്നെ തന്നെ. കണ്ടോ? ഇത്രത്തോളം ഇടപെട്ട ദൈവത്തെ, ഈ ദൈവത്തെ തന്നെ നിങ്ങൾ ഇനി ആരാധിച്ചോണം. ഈ ദൈവസന്നിധി വിട്ട് ഒരു നിമിഷം പോലും നീ മാറിപ്പോകരുത്. അല്ലേലിയാ പറഞ്ഞേ. ചെങ്കടലിൽ ദൈവം ഇടപെട്ട്, പണ്ട് നദിക്കക്കര ദൈവം ഇടപെട്ട്, അബ്രാഹാമിനോട് ദൈവം ഇടപെട്ട്, മരുഭൂമി യാത്രയിൽ ഇടപെട്ട്, വെട്ടിയിട്ടില്ലാത്ത കിണർ തരാൻ വേണ്ടി ദൈവം ഇടപെട്ടു, മുന്തിരിത്തോട്ടം ഉണ്ടാകാൻ ദൈവം ഇടപെട്ടു. എന്നിട്ട് പറയാണ് ഈ ദൈവത്തെ തന്നെ, ഈ ദൈവത്തെ തന്നെ. അല്ലേലിയാ പറഞ്ഞേ. ഇടപെട്ട് നിനക്ക് വിസ തന്ന ദൈവം ഇടപെട്ട് ജോലി തന്നു. ദൈവം ഇടപെട്ട് നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. ദൈവം ഇടപെട്ട് സൗഖ്യം തന്നു. ദൈവം ഇടപെട്ട് നന്മ തന്നു. അതുകൊണ്ട് ദൈവ ആലോചന നമ്മോട് പറയുന്നത് ഈ ദൈവത്തെ തന്നെ, ഈ ദൈവത്തെ തന്നെ ആരാധിച്ചു, ഈ ദൈവത്തെ തന്നെ സ്തുതിച്ചോണം. അതിന്റെ കാരണം എന്നാ ഇങ്ങനെ പറയാനുള്ള കാരണം? ഈ ദൈവത്തെ തന്നെ എന്ന് പറയാനുള്ള കാരണം എന്നാ? അതിന് 2 കാരണമുണ്ട്. ഇവരെ എല്ലാം വിളിച്ചു കൂട്ടാനൊരു കാരണമുണ്ട്. കാരണം ഇവർ ഈ ദൈവത്തിന്റെ ഇടപെടൽ മറക്കുമെന്ന് ജോഷുവയ്ക്ക് അറിയാം. അത് മറക്കാതിരിക്കാനാണ് ഇവരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം വീണ്ടും ദൈവസന്നിധി നിർത്തിയിട്ട് ഇത് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയാം നമ്മളിൽ പലരും കുറെ കഴിയുമ്പോൾ ഇതെല്ലാം മറന്നുപോകും. ദൈവം ഇടപെട്ടിട്ട് എന്റെ വീസ അടിച്ചെന്നുള്ള കാര്യം പലരും മറക്കും. ദൈവം ഇടപെട്ടിട്ടാണ് എനിക്ക് ജോലി നീട്ടി കിട്ടിയെന്നുള്ള കാര്യം പലരും മറക്കും. ദൈവം ഇടപെട്ടിട്ടാണ് ഇന്ന് എനിക്ക് ഇല്ലാത്തടത്ത് വഴി തുറന്നത്, അത് പലരും മറന്നുപോകും. അതുകൊണ്ട് അത് മറക്കാതിരിക്കാനാണ് യോശുവ പറഞ്ഞത് ഈ ദൈവത്തെ തന്നെ ആരാധിക്കണം കേട്ടോ. ഒരു നിമിഷം പോലും നിങ്ങള് ഈ ദൈവത്തെ മറന്നിനി മുൻപോട്ട് പോകരുത്. ഇതുവരെ നമ്മളെ കൊണ്ടെത്തിച്ചത് ഈ ദൈവമാണ്. മറക്കരുത് കേട്ടോ, മറക്കരുത്. ഈ ദൈവത്തെ തന്നെ, ഈ ദൈവത്തെ തന്നെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.
അതാണ് ആ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഈ ദൈവത്തെ തന്നെ സേവിക്കും. കാരണം ഇവര് മറക്കും. ഇവരത്ര കൂട്ടരാ. ചെങ്കടൽ കയറി കഴിഞ്ഞപ്പോൾ ആ ചെങ്കടലിൽ ദൈവം പ്രവർത്തിച്ചത് മറന്നുപോയ കൂട്ടരാ ഇവര്. മന്ന കൊടുത്തതല്ല ഇവര് മറന്നിട്ട് വഴക്കുണ്ടാക്കിയവരാ ഇവര്. അതുകൊണ്ട് ജോഷുവായ്ക്ക് അറിയാം ഇവരിതൊക്കെ മറന്നു പോകുമെന്ന്. അതുകൊണ്ട് ജോഷുവ പറഞ്ഞു, ഈ ദൈവത്തെ തന്നെ ആരാധിച്ചോളെ, നീ ഇതിന് മാറിപ്പോകരുത്, ഇത് വിട്ടുപോകരുത്, ദൈവപ്രവൃത്തി മറക്കരുത് കേട്ടോ. ഇവിടെ വന്നപ്പം ഒരു വഴിയില്ലായിരുന്നു, ദൈവം അല്ലേ വഴി തുറന്നേ, അത് മറന്നു പോകരുത്. സ്തോത്രം. നാട്ടിൽ പോകാൻ തുടങ്ങിയ പലരും ഉണ്ട്, അവരെ പോകാതെ ഇവിടെ പിടിച്ചു നിർത്തിയത് ദൈവത്തിന്റെ ഇടപെടലല്ലേ, ഒരിക്കലും മറക്കരുത്. സ്തോത്രം. 100 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ നമുക്ക് വേണ്ടി ഇടപെട്ടതാരാ? ദൈവമാണ്. ആ ദൈവം ഇടപെട്ടതൊന്നും മറക്കരുത്. ഇനി 15-ാമത്തെ വാക്യം വായിച്ചേ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇവിടെ 2 കാര്യം ജോഷുവ പറയാണ്. ഒന്ന്, ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. തോന്നുന്നുണ്ടോ? മക്കൾ ഉണ്ടാകാത്ത ഒരാളെ ഇടപെട്ട് അവിടെ നിറക്കിയിട്ട് രണ്ടാമത് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഇടപെട്ട് മച്ചിക്കൊരു മോനെ കൊടുത്തിട്ട് ആ ഒരു മകനോട് ഇടപെട്ടിട്ട് ആ മകന് 2 മക്കളെ കൊടുത്തു. ഏശാവും ആ യാക്കോബിനോട് ഇടപെട്ടിട്ട് 12 മക്കളെ കൊടുത്തു. ആ 12 മക്കളെ അനുഗ്രഹിച്ച് ജാതിയാക്കി, പിന്നെ അവരെ വംശമാക്കി, രാജ്യമാക്കി. ഈ ദൈവം നല്ലതാണോ മോശമാണോ? നിങ്ങൾ പറ. സ്തോത്രം. ഈ ദൈവം നല്ലതാണോ മോശമാണോ? നിങ്ങൾ പറ. ഹല്ലേലൂയ. എന്നിട്ട് ജോഷുവ ചോദിക്ക, ഈ ദൈവം നല്ലതല്ലെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ ആരാധന വേണ്ട, നിർത്തിക്കോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നാട്ടിൽ നിന്ന് വിസ തന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇല്ലാത്ത വേക്കൻസി ഉണ്ടാക്കി ജോലിയും തന്ന് അത് കഴിഞ്ഞപ്പോൾ ഭാര്യയും കൂടെ കൊണ്ടുവരാൻ വഴി തുറന്നു, മക്കളെ കൊണ്ടുവരാനാണ് വഴി തുറന്നു, വർഷങ്ങളോളം ഇവിടെ നിൽക്കാൻ വഴി തുറന്നു, കാര്യങ്ങളൊക്കെ നടത്തി. ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നുണ്ടോ? ഈ ദൈവം നല്ലതാണോ മോശമാണോ? നല്ലതാണെങ്കിൽ എന്താ നീ ദൈവത്തെ സ്തുതിക്കാത്തത്? ഈ ദൈവം നല്ലതാണെങ്കിൽ എന്താ നീ ഹല്ലേലൂയ പറയാത്തത്? ഈ ദൈവം നല്ലതല്ലെങ്കിൽ നീ ആരാധിക്കണ്ട. അതുകൊണ്ട് ദൈവമക്കളെ, വഴി അടഞ്ഞപ്പോ തുറന്ന ഈ ദൈവം നല്ലതല്ലേ? ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നു. പക്ഷെ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഈ ദൈവത്തെ മരിക്കുന്നവരെ ഞങ്ങൾ ആരാധിക്കും. ഈ ദൈവത്തെ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഈ ദൈവത്തെ വിട്ട് ഞങ്ങൾ മുൻപോട്ട് ഒരിക്കലും പോകില്ല. ഞാനും എൻ്റെ കുടുംബവുമോ എന്നേക്കും ഈ ദൈവത്തെ ഓർക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി തീരുമാനിക്കുക, ഈ ദൈവം നിനക്ക് നല്ലതല്ലേ? നല്ലതല്ലേ? പറഞ്ഞാട്ടെ. ആമേ. ജോലിയില്ലാത്തോടത്ത് തുറന്നു തന്ന ദൈവം നല്ലതല്ലേ? ആമേ. വിസ അടിച്ചേർന്ന ദൈവം നല്ലതല്ലേ? കേസെടുത്ത് മാറ്റിയ ദൈവം നല്ലതല്ലേ? കടമീട്ട വഴി തുറന്ന ദൈവം നല്ലതല്ലേ? തലമുറയെ തന്ന ദൈവം നല്ലതല്ലേ? വിസ ഇവിടെ ഇവിടെ ബിസിനസ്സിന് വഴി തുറന്ന ദൈവം നല്ലതല്ലേ? നല്ലതാണെങ്കിൽ ഇന്ന് രാത്രി നീ ഇങ്ങനെ പറയണം, ഞാനും എൻ്റെ കുടുംബവുമോ മരിക്കുന്നത് വരെ ഞങ്ങൾ ഈ ദൈവത്തെ ആരാധിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഈ ദൈവത്തിന്റെ വഴിയല്ലാതെ ഞങ്ങൾ മറ്റൊരു വഴിയിൽ പോകയില്ല. നമുക്ക് തീരുമാനിക്കാം, തീരുമാനം ഉറപ്പിക്കാം. നമ്മൾ യോശുവ ഉടമ്പടി ചെയ്തു, ഈ ദൈവത്തെ മരിക്കുന്നവരെ ഞാനും എൻ്റെ കുടുംബവും. അങ്ങനെ പലർക്കും പറയാൻ പറ്റത്തില്ല. യോശുവയ്ക്ക് പറയാം, പലർക്കും ഞാനെന്ന് പറയാം. ഭാര്യയുടെ കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ല. അവള് ഞാൻ വിളിക്കുന്നിടത്ത് വന്നെങ്കിൽ മക്കളുടെ കാര്യത്തിൽ. പക്ഷെ ഈ പുള്ളിക്ക് അങ്ങനെയല്ല. ഈ പുള്ളിക്ക് തീർത്ത് പറയാം, എൻ്റെ മക്കളെ കാണും എൻ്റെ കൂടെ, എൻ്റെ ഭാര്യയെ കാണും എൻ്റെ കൂടെ. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഈ ദൈവത്തെ സേവിക്കും. ഈ ദൈവത്തെ എത്ര അത്ഭുതകരമാണ് അല്ലേ? ദൈവത്തിന്റെ ഇടപെടല്. മച്ചി പ്രസവിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ആമേ ഇസഹാക്ക, ആ ഇസഹാക്കിന്റെ ഭാര്യ മച്ചിയായിരുന്നു. അങ്ങനെ വായിക്കുന്നത്. റിബേക്ക കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരുന്നില്ല, മച്ചിയ. ആലയത്തിൽ പോയിന്ന് റിബേക്ക പ്രാർത്ഥിച്ചു. പിന്നെ ആ റിബേക്കയ്ക്ക് ദൈവം ഇടപെട്ടു. അവൾ ഗർഭിണിയായി, ഇരട്ടയാ പ്രസവിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഇരട്ട കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് പിന്നെ അതിനകത്ത് യാക്കോബിന്റെ പുറകെ 20 വർഷം നടന്നു. 20 വർഷം യാക്കോബിന്റെ പുറകെ ദൈവം നടന്നു. നമ്മളെ 28-ാം അധ്യായത്തിൽ പറഞ്ഞു, ഈ പോകുന്നിടത്തൊക്കെയും
ഞാൻ നിന്നോട് കൂടെ. ഉണ്ട്. എന്തിനാ എന്തിനാ ദൈവം ഇടപെട്ട് ഇവനെ ഒന്ന് വളർത്തിക്കൊണ്ട് വരാൻ 20 വർഷം ഇവന്റെ പുറകെ നടന്നിട്ട് പോയോടത്തെല്ലാം ദൈവം ഇടപെട്ട് ഇവൻ എന്ത് ചെയ്തു? 12 മക്കളെ കൊടുത്ത് അവൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ 12 മക്കളോട് ദൈവം ഇടപെട്ട് അവർക്ക് തലമുറയെ കൊടുത്ത് സന്തതിയെ വർദ്ധിപ്പിച്ച് രാജ്യമാക്കി. ആമേൻ. രാജ്യമാക്കി. ഇസ്രായേൽ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. ആ ദൈവം മോശമാണോ? സ്തോത്രം പറഞ്ഞേ. ഈ ദൈവം നല്ലതല്ലേ? ആ, പ്രാർത്ഥിച്ചു, ഈ ദൈവം നല്ലതല്ലെങ്കിൽ നിനക്ക് മടങ്ങിപ്പോകാം. പണ്ട് നദിക്കക്കരെ നിന്റെ പിതാക്കന്മാരായിരുന്നോടത്തോട്ട് മടങ്ങിപ്പോക്കൂ. പക്ഷെ ഞാനും എൻ്റെ കുടുംബവുമോ ഈ ദൈവത്തെ മാറ്റി നിർത്തി ഇനി ഒരിക്കലും ഞങ്ങൾ ജീവിക്കത്തില്ല. ഈ ദൈവത്തെ അല്ലാതെ മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഇനി വേറൊരു ദൈവമില്ല, ഞങ്ങൾക്ക് വേറൊരു ആരാധന. ഹല്ലേലൂയ. സ്തോത്രം. ഇനി 15-16 വായിച്ചേ. അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രൈമീൻ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച്. എല്ലാരും കൂടെ ആ ഉടമ്പടി യോശുവായിട്ട് ചേർന്നെടുക്കുക. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ദൈവത്തെ മറന്ന് വേറൊരു സ്ഥലത്തോട്ടും പോകാൻ ഇട വരികയില്ല. ഞങ്ങൾ എല്ലാവരും മരിക്കുന്നത് വരെ ഈ ദൈവത്തെ സേവിക്കും. വാസപ്രാർത്ഥന ഓരോ വ്യക്തികളും കരമുയർത്തി തീരുമാനിച്ചാട്ടെ, ഈ ദൈവത്തെ അല്ലാതെ ഞങ്ങൾ ഇനി വേറൊരു വഴിയിലോട്ടും പോകില്ല. ഞങ്ങൾക്ക് ഇനി വേറൊരു ആരാധന വേണ്ട, ഞങ്ങൾക്ക് വേറൊരു ദൈവം വേണ്ട. ഞങ്ങൾ എല്ലാവരും ആമേൻ ആമേൻ യോശുവയോട് ചേർന്ന് പറയുകയാണ്, ഞങ്ങൾ ഈ ദൈവത്തെ ആരാധിക്കും. എല്ലാരും തീരുമാനമെടുത്തോ. നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാവർക്കും ഒരു ഉടമ്പടി ദൈവത്തോട് എടുക്കാം. ഇനി മരിക്കുന്നവരെ ഞങ്ങൾക്ക് ഈ ദൈവം മതി. ഇത്രത്തോളം ഞങ്ങളെ ഇടപെട്ടു, ഞങ്ങളെ ഇന്നൊരു രാജ്യമാക്കി, വലിയൊരു ജാതിയാക്കി. ഇന്ന് ഞങ്ങൾ ആരാണ്? ഞങ്ങൾ ഇസ്രായേൽ രാജ്യമായി മാറി. ഇനി ഞങ്ങൾ വലിയൊരു ജാതിയായി മാറി. ഈ ദൈവത്തെ ഞങ്ങൾ ഇനി ഒരിക്കലും മറക്കില്ല. തീരുമാനിച്ചോ. ഇനി മരിക്കുന്നവരെ ഈ ദൈവത്തെയും ഈ ദൈവാരാധനയും ഈ വഴിയും വിട്ട് ഇനി ഞാൻ ഒരിക്കലും പോകില്ല. എല്ലാരും കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. ഈ കരമുയർത്തി പിടിച്ചത് ദൈവത്തോടുള്ള ഉടമ്പടിയാണിത്, ദൈവത്തോടുള്ള സാക്ഷ്യമാണിത്. ഇനി നമ്മൾ വേറൊരു വഴിക്ക് മരിക്കുന്നത് വരെ നമ്മൾ പോകില്ല. നമുക്കിനി എന്നേക്കും ഈ ദൈവം മതി, ഈ ആരാധന മതി നമുക്ക്. കണ്ടോ? ഇപ്പൊ ഇനി എന്തിനാണ് എല്ലാരെയും വിളിച്ചു കൂട്ടിയെന്നുള്ള മനസ്സിലായല്ലോ. ശേഖേമിൽ മൂപ്പന്മാരെ വിളിച്ചു കൂട്ടി, പ്രമാണികളെ വിളിച്ചു കൂട്ടി. ഇതിനാണ് യോശുവ എല്ലാരെയും വിളിച്ചു കൂട്ടിയത്. ഹല്ലേലൂയ പറഞ്ഞേ. ഇനി അടുത്തൊരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം വിട്ടുകളയാം. അടുത്ത വാക്യം വായിച്ചേ. 17-18. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രൈമീൻ ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുകെ ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നു പോകുന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ. ദേശത്ത് പാർത്തിരുന്ന അമോര്യർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും, അവനല്ലോ ഞങ്ങളുടെ ദൈവം. യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും നിങ്ങൾക്ക് ഈ ദൈവത്തെ സേവിപ്പാൻ കഴിയുകയില്ല. കാരണം അവൻ പരിശുദ്ധനാണ്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ട്. കാര്യം എന്താ? നിങ്ങൾ എപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കും. ഈ ദൈവത്തിന്റെ വിശുദ്ധിയോട് അടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ തീരുമാനം എടുക്കും പുറത്തോട്ട് ഇറങ്ങിയിട്ട്, പിന്നെ എന്ത് ചെയ്യും? ദൈവം പരിശുദ്ധനാണ്. യോശുവ പറഞ്ഞു, ദൈവം പരിശുദ്ധനായതുകൊണ്ട് നിങ്ങൾക്ക് ഈ ദൈവത്തെ എന്നേക്കും ആരാധിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഈ ദൈവത്തോടു കൂടെ നിൽക്കാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ ഇടപെടൽ മറന്ന് പാപം ചെയ്യുമെന്ന് യോശുവായ്ക്കറിയാം. ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന പലരോടും ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഇടപെടൽ മറന്ന് നാളെ ദൈവത്തിനെതിരായി നീ ജീവിക്കരുത് കേട്ടോ. യോശുവ തീർത്തും പറഞ്ഞു, നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഈ ദൈവത്തിന്റെ ഇടപെടൽ മറന്ന് നാളെ എന്ത് ചെയ്യും?
ദൈവിക വിശുദ്ധിക്കെതിരായി നിങ്ങൾ പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങളെക്കുറിച്ച് എനിക്ക് ഇല്ല കേട്ടോ, നിങ്ങളെക്കുറിച്ച് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ജോഷുവ ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളെ കൊണ്ട് അത് കഴിയില്ല. കാരണം ഇതുവരെയുള്ള സ്വഭാവം വെച്ച് നോക്കിയാൽ നിമിഷ നേരം കൊണ്ട് ദൈവത്തിന്റെ ഇടപെടൽ മറന്ന് വിളിക്കാവുന്ന ചീത്തയും തെറി മൊത്തം വിളിക്കുന്ന കൂട്ടരാണ്. അപ്പം ഇല്ലാതെ വന്നപ്പോഴത്തേന്, വെള്ളമില്ലാതെ വന്നപ്പോഴത്തേനും മോശ കല്ലെറിയാൻ വരെ തുടങ്ങിയ ആൾക്കാരാണ് ഇവരെ. പ്രൈസ് ദി ലോർഡ്. നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കട്ടെ. ഒരു വിധത്തിൽ നമ്മൾ പതറിപ്പോകണ്ട. തീർച്ചയായും മരിക്കുന്നവർ നമുക്ക് ഈ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ തീരുമാനം ഉറപ്പായിരിക്കട്ടെ. യോശുവ, നിങ്ങൾക്കത് കഴിയുകയില്ല. കാരണം ദൈവം പരിശുദ്ധനായതുകൊണ്ട് ഈ ദൈവത്തോട് അടുക്കാൻ വിശുദ്ധിയില്ലാതെ നടക്കില്ല, വേർപാടില്ലാതെ നടക്കില്ല. പാപം വിട്ടുകളയാത്ത നിങ്ങൾക്കൊരിക്കലും ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വിശുദ്ധിയോട് നമ്മൾ സഹകരിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമുക്ക് കഴിയുകയില്ല. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഈ കേട്ട വചനത്തിന്റെ മുൻപില് എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ തീരുമാനങ്ങളെ പുതുക്കാം. സ്തോത്രം പറഞ്ഞ് ഞാൻ വളരെയധികം കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ ഓർപ്പിച്ചു. ഞാൻ എന്താ പറഞ്ഞത്? ദാവീദിനോട് ദൈവം പറഞ്ഞ്, നിനക്ക് പുൽപ്പുറത്ത് ആടിനെ മേയ്ക്കാനുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ, അതിനുള്ള കഴിവേ ഉള്ളൂ, നിനക്ക് അതിനുള്ള പാരമ്പര്യമേ ഉള്ളൂ. പക്ഷെ പ്രഭു സ്ഥാനത്തേക്ക് നീ വന്നതല്ല, ഞാൻ എത്തിച്ചതാണ് നിന്നെ. അവിടെ ഞാൻ കൊണ്ടുവന്നതാണ്. ആ കൊട്ടാരം ഞാനാണ് നിനക്ക് തന്നത്, ആ അധികാരം ഞാനാണ് നിനക്ക് തന്നത്. ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ നന്മയും ഞാൻ തന്നതാ. നിനക്കെന്താ ഉള്ളത്? നിനക്ക് പുൽപ്പുറത്ത് നിന്ന് ആടിനെ മേയ്ക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ നന്മയുള്ളൂ. എന്നാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് പലപ്പോഴും എത്താൻ കഴിയാത്ത നിലയിൽ ബഹറിൽ എത്തിച്ചൊരു ദൈവമാണ്. ആമേ, ആടുകളെ മേയ്ക്കുന്നത് പോലെ എന്തേലുമൊക്കെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് പോകാൻ മാത്രം നമ്മുടെ മുൻപിൽ ചാൻസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ ദൈവം നമ്മളെ ഉയർത്തി. ദാവീദിന് ഇന്ന് കൊട്ടാരം അത് ദൈവം കൊടുത്തതാണ്, അധികാരം ദൈവം കൊടുത്തതാണ്, പണം ദൈവം കൊടുത്തതാണ്, സ്ഥാനമാനം ദൈവം കൊടുത്തതാണ്. ഇന്ന് അനുഭവിക്കുന്ന വണ്ടി, ഇന്ന് നീ അനുഭവിക്കുന്ന നല്ല ഫ്ലാറ്റ്, ഇന്ന് നീ മാസം മേടിക്കുന്ന സാലറി, ഇന്ന് അനുഭവിക്കുന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭക്ഷണം, സ്തോത്രം പറഞ്ഞ് ഇന്ന് ധരിക്കുന്ന ഒരു ഡ്രസ്സ് ചവിണ്ട് കഴിയുമ്പോൾ അടുത്തൊന്ന് ഒരു ദിവസം 4-5 ഡ്രസ്സ് നമുക്ക് മാറാനുണ്ട്. ഇതെല്ലാം ദൈവം തന്നതല്ലേ? ഇതെല്ലാം ദൈവം തന്നതല്ലേ? നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയോ? സ്തോത്രം പറ. എല്ലാവരും ഒരിക്കലും കൂടെ കണ്ണടച്ച്, ആരും ഭാരപ്പെടണ്ട. എല്ലാം അസാധ്യമാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നീ മുട്ടുമടക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അസാധ്യതകളെ ദൈവം സാധ്യമാക്കും. മനുഷ്യൻ പലതും പറയും, മനുഷ്യൻ പറയുന്നതെല്ലാം മനുഷ്യന്റെ കാഴ്ചപ്പാടാ, അല്ലേ? പക്ഷെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. ദൈവത്തിന് കഴിയാത്തത്. അബ്രാഹാമിന്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, സാറാ ഇവിടെ? ഉൽപ്പത്തി 18 സാറാ ഇറങ്ങി വന്നു. അപ്പൊ പറഞ്ഞു, ഇതാ ഒരു പൊതിയുണ്ട് കയ്യില്, ഇതാ പിടിച്ചു, ഒരു പൊതിക്കെട്ട്. നമ്മളൊക്കെ ചെല്ലുമ്പോൾ എന്താ പൊതിക്കെട്ട്? അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു ആൺകുഞ്ഞിനെ ഈ പൊതിയായിട്ടാണ് കൂട്ടി ചെന്നത്. സ്തോത്രം പറഞ്ഞു. ഈ പൊതിക്കെട്ട് കൈ വെച്ചിരിക്കുക. ആ പോകുന്നതിന് മുമ്പ് ഇത് സാറാക്കി കൊടുക്കണം. അവളെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞാൻ അങ്ങോട്ട് തരികയാ. ആ പൊതി എടുത്ത് ആ സഞ്ചി അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ അടുത്ത വർഷം ഈ വീട്ടിൽ ഒരു ആൺകുട്ടി. ഉടനെ സാറാ ഒരു ഒറ്റ ചിരി. ഉടനെ ദൂതൻ ഒരു ചോദ്യം, യഹോവയാൽ കഴിയാത്ത വല്ലതും ഉണ്ടോ? യഹോവയാൽ കഴിയാത്ത വല്ലതുമുണ്ടോ? അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, ഇവിടെ വിസ തരാൻ മനുഷ്യന് കഴിയില്ല, ജോലി തരാൻ മനുഷ്യന് കഴിയില്ല, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ സ്വന്തക്കാർക്കോ ഒന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, നമ്മളെ നിർത്താൻ കഴിയില്ല, നമ്മളെ ഇവിടെ ചെയ്യാൻ പറ്റില്ല, മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതൊക്കെ സത്യമാ. പക്ഷെ യഹോവയാൽ കഴിയാത്ത വല്ലതുമുണ്ടോ? ദൈവത്താൽ കഴിയാത്ത വല്ലതുമുണ്ടോ? അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോട് കുടുംബടക്കം എല്ലാരും കൂടി ഈ ദിവസങ്ങളിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായി അത്ഭുതമായിട്ട് ജോർജുള്ളപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഈ നോഹയുടെ വീട് അബ്രാഹാമിന്റെ കുടുംബക്കാരാ, അബ്രാഹാമിന്റെ വീട്ടുകാരാ, ചേട്ടൻ അനിയന്റെ മക്കളാ. അതുകൊണ്ട് അബ്രാഹാം താമസിച്ച് എവിടെയാ? ബാബിലോണിൽ, കൽദയരുടെ
ഊർ പട്ടണം ബാബിലോണിലാണ്. അപ്പൊ നോഹ പെട്ടകം പണിത് എവിടെയാ? ബാബിലോണിലാ, നോഹയുടെ മുറ്റത്താ. ആ പെട്ടകം എവിടെയാ ഉറച്ചത്? അരാരത്ത്, ടർക്കിയിലെ. ഇപ്പൊ നെറ്റെടുത്ത് നോക്കിയോ, 999 കിലോമീറ്റർ ഉണ്ട് ബാബിലോണിൽ നിന്ന് ടർക്കിക്ക്. എഞ്ചിൻ ഈ പെട്ടകത്തിനില്ല, കപ്പിത്താനില്ല, ഓടിക്കാൻ ആരുമില്ല. പെട്ടകം പെട്രോൾ ഇല്ല, ഡീസൽ ഇല്ല, എഞ്ചിനില്ല, വടക്ക് നോക്കി യന്ത്രമില്ല, കപ്പിത്താനില്ല, പിന്നെ ഈ പോണ വഴിക്കൊന്നും കടലുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേ. ഈ പെട്ടകത്തെ 999 കിലോമീറ്റർ ദൂരെ അരാരത്തിൽ കൊണ്ട് ഈ ദൈവത്തിന് എത്തിക്കാമെങ്കിൽ യഹോവയാൽ കഴിയാത്ത വല്ലതും ഉണ്ടോ? മാത്രം പറയാം, യഹോവയാൽ കഴിയാത്ത വല്ലതും ഉണ്ടോ ദൈവമക്കളെ? അതുകൊണ്ട് സംശയിക്കാതെ, ഈ ലോകത്തിൽ ആർക്കും നടക്കത്തില്ലെങ്കിലും നമ്മുടെ ദൈവത്തിന് നടത്താൻ കഴിയും. അബ്രാഹാം ഒരിക്കൽ അബ്രാഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുകയാണ്. അബ്രാഹാമിന്റെ വിശ്വാസം ഒരിക്കൽ ഇങ്ങനെയാണ് പറയുന്നത്: കല്ലുകളിൽ നിന്ന് അവന് മക്കളെ ഉളവാക്കാൻ പറയാം. കല്ലങ്ങോട്ട് കൂട്ടിയിട്ടാൽ ആ കല്ലിനെ മുഴുവനും മനുഷ്യനാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഈ രാത്രി നിങ്ങൾ വിശ്വസിക്കൂ, ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല, കർത്താവിനെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ആരും സംശയിക്കണ്ട, യഹോവയാൽ കഴിയാത്ത ഒന്നുമില്ല. യഹോവയാൽ കഴിയാത്ത ഒന്നുമില്ല. യഹോവയാൽ കഴിയാത്ത ഒന്നുമില്ല. കർത്താവിനെ കൊണ്ട് നടക്കാത്ത ഒന്നുമില്ല. ആമേ. എങ്ങനെയാണ്, എവിടെയാണ് എന്നതൊന്നും പറയണ്ട, അതൊന്നും നമുക്കറിയില്ല. അറിയാവോ? നമുക്കറിയില്ല. എവിടെയാ നമ്മൾ അറിയുന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, നമ്മളെങ്ങനെ അറിയുന്നത്? കാക്ക എവിടെ നിന്ന് അപ്പം എടുത്തോണ്ട് വന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? എവിടാണെന്ന് നമുക്കറിയില്ല. നമ്മൾ അറിയാത്തോടത്തുനിന്ന് കർത്താവ് കൊണ്ടുവന്ന് കൊടുത്തില്ലേ? അതുകൊണ്ട് നമ്മൾ അറിയാത്ത ഒത്തിരി കരുതലുകൾ ഈ ഭൂമിയിലുണ്ട്. നമുക്ക് കാണാൻ കഴിയാത്ത ഒത്തിരി നന്മകൾ ഇവിടെ ഉണ്ട്. അത് പുള്ളിക്കേ അറിയത്തോളൂ, നമുക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാക്ക ഇത് എവിടുന്നാ കൊണ്ടുവന്നെന്ന് ലോകത്തിൽ ഒരു മനുഷ്യനും അറിയത്തില്ല, ബൈബിളിലും എഴുതിയിട്ടില്ല. ആമേ, കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ആരും കാണാത്തതും കേൾക്കാത്തതും നമുക്കറിയാൻ പറ്റാത്തതും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തതുമായ പല അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ ദൈവം വെച്ചിട്ടുണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി. ഹല്ലേലൂയ പറ. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിനെ അറിയത്തുള്ളൂ. സ്തോത്രം. ദൈവത്തിനെ. ഏലിയാവിന്റെ കാര്യം, ഒരു കാര്യം മാത്രം പറയാം. സരാഫാത്തിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഒറ്റ കാര്യം പറയുന്നുള്ളൂ. എന്താണ് ഇവിടുത്തെ സാഹചര്യം? ഏലിയാവ് ഇരുന്നിടത്തെ സാഹചര്യം. കാക്കയുടെ മരവും നിന്നു, തോട്ടിലെ വെള്ളവും. ഇവിടുത്തെ സാഹചര്യം പട്ടിണി. കാക്ക ഒന്നും കൊണ്ട് ഇല്ലായ്മ. അവിടുത്തെ സാഹചര്യം എന്താണ്? പട്ടിണി കൊണ്ട് മരിക്കാൻ പോകുന്നു. വിധവയും മകനും പട്ടിണി കൊണ്ട്. ഇവിടുത്തെ സാഹചര്യമോ 2-3 ദിവസമായിട്ട് അതിനേക്കാൾ പട്ടിണി. ഏലിയാവിന് ഇവിടെ കാക്കയും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഇവിടെ ഇല്ലായ്മയും പട്ടിണിയും. അവിടെയോ ഇതിനേക്കാൾ പട്ടിണിയും ദാരിദ്ര്യത്തോടെ. സ്തോത്രം. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ അവിടെ കരുതിയിട്ടുണ്ട്. എവിടെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ആ വീട്ടില് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അമ്മയും മോനും ചാകാൻ തുടങ്ങുക. ആ ചാകാൻ പോണടത്ത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് കർത്താവ് പറഞ്ഞ. സ്വത്രം പ്രതി. ദൈവമക്കളെ, നമ്മളൊന്നും കാണാത്ത നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ കാണുന്ന സകല തടസ്സങ്ങളും ബന്ധനങ്ങളും മരണവും ഇല്ലായ്മകളും ദാരിദ്ര്യങ്ങളും മാത്രം വിധവയുടെ വീട്ടിൽ നിലനിൽക്കുമ്പോൾ അതിനകത്ത് ദൈവം നിൽക്കാത്ത നന്മ ഒരുക്കിയിട്ടുണ്ടായി. ഹല്ലേലൂയ പറഞ്ഞ് അവിടെ കലത്തിലെ മാവ് ഒരിക്കലും നിന്നു പോകാതെ, അത് വറ്റിപ്പോകാതെ, അത് പ്രവാചകനും വരുന്നവർക്കും എല്ലാം കഴിക്കത്തക്ക നിലയിൽ. ഇതാ നമ്മൾ കാണുന്നതെല്ലാം പട്ടിണിയാണ്, നമ്മൾ കാണുന്നതെല്ലാം ഇല്ലായ്മകളാണ്, നമ്മൾ കാണുന്നതെല്ലാം ദാരിദ്ര്യമാണ്. ഇവിടുന്ന് പട്ടിണി കൊണ്ട്, വിശപ്പ് കൊണ്ട്, പട്ടിണി കൊണ്ട് ജീവിക്കാൻ കഴിയാതെ ഏലിയാവ് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ പട്ടിണി കൊണ്ട് മരിക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂട്ടിമുട്ടി അല്ലേ? അതിന്റെ നടുക്ക് ദൈവത്തിന്റെ വലിയ കരുതലുണ്ടായി. അതിന്റെ നടുക്ക് ദൈവത്തിന്റെ വലിയ സംഭരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല, പട്ടിണിയല്ലാതെ മരണമല്ല, ഒന്നുമില്ല. അത് നമ്മുടെ കണ്ണിന് മുമ്പിലാണ്. പക്ഷെ അതിനകത്ത് ഒരിക്കലും നിന്നു പോകാത്ത കരുതലുകൾ, ഒരിക്കലും അവസാനിക്കാത്ത കരുതലുകൾ. ആ വിധവയുടെ കലത്തിൽ മാവ് എടുക്കുമ്പോൾ വീണ്ടും അത് തീരുന്നില്ല, വീണ്ടും അവിടെ
സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും മാവ് വന്നു. എന്താ അതിന്റെ അർത്ഥം? വീണ്ടും മാവ് വന്നെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ദൈവം തുറക്കുന്നത് നിന്നു പോകാത്തതാണെന്ന്. ഹല്ലേലൂയ പറഞ്ഞത്. മനുഷ്യൻ തുറക്കുന്ന, ദൈവം ആ കലത്തില് വഴി തുറന്നപ്പോൾ അത് നിൽക്കുന്നില്ല, അത് ഒരിക്കലും നിൽക്കത്തില്ല. മഴ പെയ്യുന്നത് വരെ അതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ പറഞ്ഞത്. അപ്പുറത്തിന് നിന്നു പോകും, കാക്കടയൊക്കെ നിൽക്കും. അവിടുത്തെയോ ദൈവം നിനക്ക് ഈ ബഹറിൽ ഒരു വഴി തുറന്നാൽ അത് നിന്നു പോകാത്ത വഴിയാ, അത് തീർന്നു പോകാത്ത വഴിയാ, അത് അവസാനിക്കാത്ത വഴിയാ. സ്തോത്രം പറഞ്ഞത്. അത് എന്നേക്ക് നിൽക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ ദേശത്ത് മഴ പെയ്ത് ഒരു വിളവുണ്ടാകാൻ 3 വർഷവും 6 മാസവും 3 വർഷവും ഇത് നിന്നില്ല. ഇതാ ദൈവം തുറക്കുന്നത്. നമ്മുടെ അപ്പനാണേലും അമ്മയാണേലും നമുക്ക് തരും. 2 or 3 ആഴ്ച തന്നു കഴിയുമ്പോൾ അവരുടെ മുഖം തുറക്കും. ഇത് 3 വർഷമായിട്ട് നിൽക്കുന്നില്ല. 3 വർഷമായിട്ട് ഓക്കെ പറഞ്ഞ എല്ലാവരും. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഒരു നിമിഷം നമുക്ക് തിരുമേശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ.